അല്ലെങ്കിലും ഈ ഇറാൻ ഒരു പൊടിക്ക് അടങ്ങിക്കൂടെ? അമേരിക്കനെ പോലത്തെ ഒരു രാജ്യം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ ആ ഒരു വാശിയിൽ നിന്ന് കുറച്ചൊന്നുകൊണ്ട് മാറി നിന്നൂടെ എന്ന് ഇപ്പം അമേരിക്ക അല്ലെങ്കിൽ മറ്റെല്ലാ രാജ്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കട്ടോ. ഇറാനെതിരെ ലോകത്ത് എവിടെയില്ലാത്ത ഉപരോധങ്ങൾ കൊണ്ടുവരിക, ഇറാനുമായിട്ട് സഹകരിക്കുന്ന രാജ്യങ്ങൾക്ക് മേലെ പോലും ഉപരോധങ്ങൾ കൊണ്ടുവരുന്ന അമേരിക്കയെ നമ്മൾ കണ്ടു. ഇറാന്റെ കറൻസി ഒക്കെയാണ് കുപ്പുകുത്തി താഴത്ത് വീണ് കിടക്കുകയാണ്. എന്നിട്ടും ഒരു പൊട്ടിക്ക് ബാക്കോട്ട് നിൽക്കൂല ഇറാൻ തന്നെ പറഞ്ഞത്. ഇനി ഇറാന്റെ മേലെ ഉപരോധങ്ങൾ ഏതായാലും അമേരിക്ക ഇട്ടോട്ടെ, കാരണം അമേരിക്ക അടിച്ചടിച്ച് അവർക്ക് ഇനി അടിക്കാനുള്ള ഓപ്ഷൻസ് ഇല്ല, തിരിച്ചടി കിട്ടി മടുത്തു. ഇനി ഉപരോധങ്ങൾ വിട്ടിട്ടെങ്കിലും ഇറാൻ ഒന്ന് അടങ്ങട്ടെ എന്ന് വിചാരിച്ചപ്പം ഇറാൻ പറഞ്ഞത്, നിങ്ങൾ ഏത് ഉപരോധങ്ങളും നിങ്ങൾ എന്ത് വേണമെങ്കിലും ഇട്ടോ, ഞങ്ങളുടെ മേൽ ഉപരോധങ്ങൾ ഇട്ട് ആ ഉപരോധങ്ങൾക്ക് പിന്നാലെ പോകുന്ന രാജ്യങ്ങളെ വരെ ഞങ്ങൾ ഇനി വെറുതെ വിടില്ല എന്നാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇറാൻ്റെ ഓൾമോസ്റ്റ് IRGC തലവന്മാരും മറ്റെല്ലാവരും വന്ന് ഇത് തന്നെയാണ് പറഞ്ഞത്. അക്കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടെ ഇന്നലെ പറഞ്ഞു വെച്ച്, ഇനിയിപ്പം യുദ്ധം തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണെങ്കിലും ഒരു 50 കൊല്ലത്തേക്ക് യുദ്ധം ചെയ്യാനുള്ള സാധനങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ അടിച്ചുകൊണ്ടേയിരിക്കും, ഞങ്ങൾ എത്ര വേണമെങ്കിലും പൊട്ടിച്ചുകൊണ്ടിരിക്കും, പൊട്ടിക്കുന്നതിനനുസരിച്ച് ഞങ്ങൾ പുറത്തുനിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതായിരുന്നു ഇന്നലത്തെ ഇറാൻ്റെ IRGC വക്താവിൻ്റെ ഒരു പ്രധാനപ്പെട്ട എന്താ പറയുക ഒരു പ്രസ്താവനയായിട്ട് ഇന്നലെ വന്നിട്ടുള്ളത്. ഇത് മാത്രമല്ലാണ്ട് ഇറാൻ്റെ IRGC പുതിയ തലവനായിട്ടുള്ള മൊഹസൻ റസായി ഇന്നലെ ഒരു കാര്യം കൂടെ പറഞ്ഞു. അതായത് ഇറാനെതിരെ അമേരിക്ക പറഞ്ഞതനുസരിച്ചിട്ട് ഉപരോധങ്ങളുമായിട്ട് വരുന്ന ഏതൊരു രാജ്യം പൂർണ്ണമായിട്ട് ശത്രുരാജ്യമായിരിക്കും, ഒരു വാർ എപ്പം വേണമെങ്കിലും പ്രതീക്ഷിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. അത് സ്പെഷ്യലി പറഞ്ഞത് ഈ അറബ് രാജ്യങ്ങളാണ് കേട്ടോ. കാരണം ഈ ഇറാനുമായിട്ട് ട്രേഡ് ഡീല് നടത്തുന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ചൈന, ഒന്ന് റഷ്യ, പിന്നെ ഈ അറബ് രാജ്യങ്ങളിൽ ചില രാജ്യങ്ങളൊക്കെ എപ്പോഴും പല രീതിയിലുള്ള ട്രേഡിങ് നടക്കുന്നുണ്ട് ഇറാനുമായിട്ട്. സത്യം പറഞ്ഞാൽ അതിൽ ചൈന അവർ ഇന്നലെ തന്നെ വ്യക്തമാക്കി, ഞങ്ങൾക്ക് അമേരിക്ക പറഞ്ഞതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇറാനുമായിട്ടുള്ള എന്താണോ സഹകരണങ്ങൾ എന്താണോ അത് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അതായത് 80% വരുന്ന ഇറാൻ്റെ ഓയിൽ വാങ്ങുന്നത് ചൈനയാണ്. ചൈന ഏതായാലും നിർത്താൻ പോകുന്നില്ല. ചൈന നിർത്തുകയാണെങ്കിൽ ചൈന അമേരിക്കക്ക് മുമ്പിൽ അടിയറവ് പറയുന്ന പോലെ. അതുകൊണ്ട് ചൈനക്ക് അത്ര വലിയ പേടി അമേരിക്കനില്ലാത്തത് കൊണ്ട് ചൈന നിർത്താൻ പോകുന്നില്ല. പിന്നെ ഒന്നുള്ളത് റഷ്യയാണ്. റഷ്യ ഓൾറെഡി അമേരിക്കയുടെ ഹിറ്റ് ലിസ്റ്റിൽ, അല്ലെങ്കിൽ അമേരിക്ക അങ്ങനെ ഈ എന്താ പറയുക ഈ ഉപരോധങ്ങൾ ഇട്ട് വെച്ചിട്ടുള്ള രാജ്യമായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അമേരിക്ക എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയാണ് റഷ്യക്കും. പിന്നെ നമ്മൾ ഇന്ത്യയൊക്കെയാണ്, ഇന്ത്യനെ പോലത്തെ രാജ്യങ്ങളൊക്കെ ചില ട്രേഡുകൾ ഇപ്പോൾ നടത്തുന്നുണ്ട്. പിന്നെ ഇന്ത്യ നമ്മുടെ അമേരിക്കൻ്റെ എന്താ പറയുക വാലാറ്റിയായി നിൽക്കുന്നത് കൊണ്ട് ഇനി എന്താകും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടി വരും. കാരണം അമേരിക്ക പറഞ്ഞത് കേട്ടിട്ട് നമ്മൾ റഷ്യൻ ഓയിൽ നിർത്തുന്നു അങ്ങനെ പല പല കാര്യങ്ങളായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് എന്ത് പറയണോ അതിനനുസരിച്ച് കുനിയാൻ നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് ഇന്ത്യ ഇനി ഇത് കേട്ടിട്ട് പേടിച്ച് തുള്ളോ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. പക്ഷേ മറ്റു രാജ്യങ്ങൾക്കൊന്നും അമേരിക്കന് ഇപ്പോൾ പേടിയില്ലാത്തത് കൊണ്ട് തന്നെ അവരാരും ആ പറഞ്ഞത് കേൾക്കാൻ പോകുന്നില്ല. പിന്നെ ഇത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇറാനുമായിട്ടുള്ള കംപ്ലീറ്റ് ട്രേഡ് നിർത്തി ഇറാനെ കംപ്ലീറ്റ് ഒറ്റപ്പെടുത്തുക എന്നൊന്നും പറഞ്ഞാൽ കഴിയില്ല. കാരണം ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്ന് പോകേണ്ട സാധനങ്ങൾ അത് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിലൂടെയും ഒമാൻ എന്താ പറയുക ഒമാൻ്റെ തീരത്തുകൂടെ ഒക്കെ തന്നെയാണ് ഈ കാര്യങ്ങൾ പോകേണ്ടത്. അതുകൊണ്ട് അവരാരും വലിയ പരിപാടിക്ക് നിൽക്കില്ല. ഇന്നലെ ഇറാൻ്റെ കൗൺസിൽ എല്ലാ കൗൺസിലുകളിൽ നിന്നും ഹോർമോസിലെ എന്താ പറയുക കപ്പലുകൾക്കുള്ള നമ്മൾ ടോള് കൊടുക്കുന്ന പോലെ ടോള് കൊടുക്കാനുള്ള എല്ലാ പെർമിഷൻസും ഇറാൻ്റെ എല്ലാ കൗൺസിലുകളും ഇന്നലെ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് 48ഓളം കപ്പലുകളാണ് ഇറാൻ പറഞ്ഞതിന്, അല്ലെങ്കിൽ ഇറാൻ്റെ ബ്ലോക്കേഡ് ഉള്ള സമയത്ത് തന്നെ ഇവിടെ ക്രോസ് ചെയ്ത് പോകാൻ നോക്കിയിട്ടുള്ളത്. ആ 48 കപ്പലുകളുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഇറാൻ പുറത്തു വിട്ടിട്ടുണ്ട്. ഈ കപ്പലുകൾ ഏതെങ്കിലും രീതിയിൽ ക്രോസ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പം എന്നല്ല, ഇനി ഭാവിയിൽ ഈ പറഞ്ഞ കപ്പലുകൾ തിരിച്ച് വന്നിട്ട് ക്രോസ് ചെയ്യുക അതല്ലെങ്കിൽ അതിലൂടെ പോവുക ചെയ്ത് കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള നടപടി അതല്ലെങ്കിൽ കപ്പൽ മുക്കും എന്ന് തന്നെ ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ കപ്പൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലോട്ടും അതുപോലെ തന്നെ മറ്റ് അറബ് രാജ്യങ്ങളിലോട്ടും വന്നിട്ടുള്ള കപ്പലുകളാണ്. അവിടുന്ന് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കപ്പലുകളാണ്. കുറേ അഡ്നോക്കിൻ്റെ കപ്പലുകളുണ്ട്. അങ്ങനെ പോകുന്ന ഒരു സൈഡിൽ കൂടെ, അതായത് ഇറാൻ ഇത്രയൊക്കെ ആയിട്ടും ഒരു രീതിയിൽ മുട്ടുകൊടുത്താണ്ട് ഞങ്ങളുടെ കാര്യം വളരെ ക്ലിയർ ആണെന്ന് കാണിച്ചിരുന്നത് ഇത്തരം സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മൊഹസിൻ റസായി ഇന്നലെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു ഇറാൻ്റെ ആണവ ആയുധ നിർമ്മാണത്തിനെ കുറിച്ച്. അതായത് നമുക്കറിയാം ഈ IRGC അല്ലെങ്കിൽ ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള ഖാംനീനെ വധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ മണ്ടത്തരം ഇവന്മാർ കാണിച്ചിട്ടുള്ളത്. അതായത് പുള്ളിയായിരുന്നു ഇതിനൊക്കെ ഒരു കൺട്രോൾ ചെയ്തിട്ട്, അല്ലെങ്കിൽ വേണ്ട നമുക്ക് പതുക്കെ മതി എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചിന്താഗതി വേണ്ട എന്നുള്ളൊരു ഫത്വ ഇറക്കിയിട്ടുള്ള ആൾ മൂപ്പരായിരുന്നു. മൂപ്പര് പോയതോട് കൂടിയിട്ട് തന്നെ ഇറാൻ ഇപ്പോൾ ഏത് രീതിയിലാണ് ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ആർക്കുമില്ല. ഇപ്പോൾ ഇന്നലെ മൊഹസിൻ റസായി പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ വീണ്ടും അത് ചിന്തിച്ച് തുടങ്ങുകയാണ്. എന്താ ആണവായുധങ്ങൾ ഉണ്ടാക്കാണ്ടിരിക്കേണ്ട കാര്യം എന്താണ്? കാരണം ഇറാൻ്റെ ആണവ നിലയങ്ങൾക്ക് മേലെ അമേരിക്കയും ഇസ്രായേലും കൂടെ ഇത്രയും വലിയ ആക്രമണങ്ങൾ നടത്തി. അവിടെ എവിടെയെങ്കിലും ആ ആക്രമണം നടത്തിയ സമയത്ത് ശരിക്കും അത് ബ്ലാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അവിടെ ഒരു ഈ പറഞ്ഞ റേഡിയേഷൻ എന്താ പറയുക ഔട്ടായിട്ടിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? മൊത്തം ഇറാനും നിയറസ്റ്റ് കൺട്രീസും മൊത്തത്തിൽ തകർന്നു പോകും. അപ്പോൾ പിന്നെ എവിടെയാണ് ഈ പറഞ്ഞ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസികളും ബാക്കിയുള്ള ആളുകൾക്കൊന്നും ഇവിടെ നിന്നൊന്നും പറയാനില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാമെങ്കിൽ ഞങ്ങൾ ഇനി വീണ്ടും ഈ പുനരാരംഭിക്കുകയാണ് അല്ലെങ്കിൽ ആലോചിക്കുകയാണ് ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിനെ പറ്റി എന്നുള്ള
ഒരു പ്രസ്താവനയും കൂടെ ഇന്നലെ മോഹസിൻ റസായി പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞ സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ കംപ്ലീറ്റ്ലി ഇറാൻ ക്ലോസ് ചെയ്യുന്ന ഒരു അവസ്ഥയും കൂടെ ഉണ്ട് എന്നുള്ളത് മോഹസിൻ റസായി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഉപരോധങ്ങൾ അമേരിക്ക പറഞ്ഞു വെച്ചിട്ട് അത് കേട്ട് തുള്ളാനാണ് ഗൾഫ് രാജ്യങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ സ്ട്രേറ്റ് ഓഫ് ഹോർമസിലൂടെയും പിന്നെ ബാബൽ മന്ദബ് എവിടെ നിങ്ങൾ എടുത്തോ ഇത് കൂടെ പോകുന്ന ഒരു സ്ട്രൈറ്റ് കൂടിയും ഒരു തുള്ളി എണ്ണ പോലും ഞങ്ങൾ വിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് കടക്കുള്ള എല്ലാവർക്കും വീണ്ടും വലിയൊരു ഊർജ്ജ പ്രതിസന്ധിയിലോട്ട് കാര്യങ്ങൾ പോകും. അപ്പോൾ ഇതൊക്കെ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവനകളായതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ അമേരിക്ക അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ അസീം മുനീർ ഇന്ന് വൈകിട്ട് ടെഹ്റാനിലോട്ട് പോകുന്നുണ്ട്. മറ്റൊരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു കാര്യം ചിന്തിക്കാവുന്നതേ ഉള്ളൂ, എന്തൊക്കെ ചെയ്തിട്ടും ഇറാൻ്റെ മുട്ട് മടങ്ങുന്നില്ല. അപ്പോൾ പിന്നെ ഇനി വീണ്ടും ഈ ദൂതന്മാരെ വിട്ടു നോക്കുന്ന പരിപാടിയാണ് അമേരിക്ക കാണിക്കുന്നത്. അമേരിക്ക പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞ അസീം മുനീർ ഓടിച്ചെല്ലുന്നത്, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇതിൽ വെറുതെ തലയിടുന്നതല്ല, അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടാണ്, അമേരിക്ക പറഞ്ഞിട്ടാണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ചർച്ച ഇന്ന് വൈകിട്ട് നടക്കും. അതിൽ എന്ത് പുതിയ തീരുമാനങ്ങൾ വല്ലതും വരുമോ ഒക്കെ നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. ഇതേ സമയത്ത് തന്നെയാണ് യു കെയിലെ പവർ പ്ലാന്റുകൾ, പ്രത്യേകിച്ച് ഒരു 1-2 വാർത്തകളുണ്ട്. യു കെയിലെ ബ്രിട്ടീഷ് പവർ പ്ലാന്റുകൾ ഏകദേശം 4 ദിവസമായിട്ട് ഇറാൻ്റെ ഹാക്കേഴ്സ് ഹാക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ഇറാനിയൻ ലിങ്ക്ഡ് ഹാക്കേഴ്സാണ് ഡിസേബിൾ ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷ് പവർ പ്ലാന്റ് ഫോർ 4 days ആട്ടോ. അതായത് യു കെയിലെ പല ഭാഗങ്ങളും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വൈദ്യുതിയുടെ ഷട്ട് ഡൗൺ ഇന്നലെ മെനഞ്ഞാന്നൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അവിടെയുള്ളവർ അറിയായിരിക്കും ചില ഭാഗങ്ങളൊക്കെ മണിക്കൂറുകളോളം ഇന്നലെ കറണ്ടൊക്കെ ഉണ്ടായിരുന്നില്ല. കാരണം അവിടുത്തെ പവർ പ്ലാന്റുകൾ വരെ ഇറാൻ്റെ ഹാക്കേഴ്സ് ഇന്നലെ ഹാക്ക് ചെയ്ത വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. മറ്റ് ചില വാർത്തകളുള്ളത് ഗ്രീസിലുള്ള തുറമുഖത്തൊക്കെ ഉള്ള എന്താ പറയുക ഈ പാട്രിയറ്റ് സിസ്റ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ മിസൈൽ ഇൻ്റർസെപ്റ്റേഴ്സൊക്കെ, അതൊക്കെ വീണ്ടും അവർ ഡിപ്ലോയ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇറാൻ പറഞ്ഞിട്ടുണ്ട് മറ്റ് പല സ്ഥലങ്ങളിലോട്ടും, അതായത് UK US ബേസുകളുള്ള പല സ്ഥലങ്ങളിലോട്ടും ഇറാൻ്റെ ആക്രമണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ പേടിച്ചിട്ട് തന്നെയാണ് ഇപ്പം ഗ്രീസിലുള്ള പാട്രിയറ്റ് സിസ്റ്റങ്ങളൊക്കെ ആക്ടിവേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇറാൻ എങ്ങാനും അടിച്ചു കഴിഞ്ഞാൽ, കാരണം എത്രയും ദൂരത്തോട്ട് വരെ ഇറാൻ്റെ മിസൈലുകൾ എത്തുന്നു കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇറാൻ തെളിയിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ചില വാർത്തകളും ഇതിൻ്റെ ഇടയിൽ കൂടെ വരുന്നുണ്ട്. ഇനി നെതന്യാഹും കൂട്ടരും പട്ടത്തിനെ പേടിച്ചിട്ട് കുട്ടികളെ കൊന്നുകളയും എന്നുള്ള ഒരു പുതിയ ന്യൂസ് ഇന്നലെ വന്നിട്ടുണ്ട്. ഇന്നലെ അതിന് സംഭവം ഉണ്ടായിട്ടുള്ളത്, അതായത് ഗസയിലുള്ള പിള്ളേർ പട്ടം പറത്തി കളിക്കുന്നുണ്ട്. അങ്ങനെ പട്ടം പറത്തി കഴിഞ്ഞാൽ ഇനി ഞങ്ങൾ സമ്മതിക്കില്ല, കാരണം പട്ടം കാണുമ്പോൾ വരെ ഞങ്ങൾക്ക് ഡ്രോണാന്ന് പേടിച്ച് പോകുന്നുണ്ട്. ഡ്രോണൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനമാണ്. അതുകൊണ്ട് ഇനി ഗസയിലെ കുട്ടികൾ പട്ടം പറത്തുകയാണെങ്കിൽ നിങ്ങളെ നേരിട്ട് വന്ന് ഞങ്ങൾ F-35 വന്നിട്ട് നിങ്ങളങ്ങനെ ഷൂട്ട് ചെയ്ത് കളയും എന്നുള്ള ഒരു ഇതും കൂടെ വന്നിട്ടുണ്ട്. കാരണം പട്ടത്തിന് വരെ പേടിയാണ് എന്നുള്ളത് ഇങ്ങനെ പച്ചക്ക് വന്ന് പറയാണ്. സംഭവം ഇതാണ്, ഇങ്ങനെ 1-2 പട്ടങ്ങളൊക്കെ ഗസയിലെ കുട്ടികൾ പറത്തുന്ന പട്ടങ്ങൾ വെസ്റ്റ് ബാങ്കിലെ ഈ ഇസ്രായേലി അതിർത്തികളിലും അല്ലെങ്കിൽ ഇസ്രായേലി ഈ സെറ്റിൽ ചെയ്ത സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പട്ടം വന്ന് വീകാൻ തുടങ്ങിയപ്പം ആകെ പേടിച്ച് പോയി ഇവന്മാർ വിചാരിച്ച് ഇറാൻ്റെ വല്ല മിസൈലോ അല്ലെങ്കിൽ ഹമാസ് വിട്ട മിസൈലുകളൊക്കെ ഒന്ന് പേടിച്ചിട്ട്. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ കാറ്റ്സാണ് ഇത് വ്യക്തമായിട്ടുള്ള പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യാൻ പാടില്ല, ഇത് യുദ്ധമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം പട്ടം വരെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ പിടുങ്ങ് വിറയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പരിപാടികൾ നടക്കൂല എന്ന് പറഞ്ഞിട്ട് ഒരു പ്രഖ്യാപനം ഇന്നലെ നടത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നെതന്യാഹും അത് ഏറ്റെടുത്ത് പുള്ളി ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഇങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ള F-35 കാണിച്ചിട്ട്, ഇത് കണ്ടോ വലിയ F-35 എന്ന വലിയ സംഭവമാണിത്. പക്ഷേ ഇതിനേക്കാൾ ഡേഞ്ചറാണ് ഈ പറഞ്ഞ ഈ ഡ്രോണുകൾ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഡ്രോണുകൾ ഉണ്ടെങ്കിൽ അത് കൂട്ടത്തോടൊക്കെ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് വിചാരിച്ച പോലെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ അത് കൺട്രോൾ ചെയ്യാനുള്ള അവസ്ഥകൾ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാം അത് എന്ത് ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് ഇനിമാതിരി പട്ടം പറത്ത് കളിക്കരുത്, ഞങ്ങൾ അതിനേക്കാൾ വലിയ ബോംബുകൾ നിങ്ങളുടെ നാട്ടിൽ കൊണ്ട് വിടും എന്ന് നെതന്യാഹു നേരിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്. പേടി കാണും, പേടി സ്വാഭാവികമാണ്. കാരണം ആളുകളെ കൊന്നു തള്ള ഭയങ്കര ഈസിയാണ്. ഈ ആയുധമില്ലാത്ത ആൾക്കാരെ വെടിവെച്ചിട്ടും ബോംബ് ചെയ്തിട്ടും ഒരു സ്ഥലത്ത് പ്രദേശത്ത് തന്നെ ലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലുക എന്നുള്ളത് വളരെ ഈസിയാണ്. പക്ഷേ ഒരു ലിമിറ്റിന് മേലോട്ട് കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പേടി വരും. പിന്നെ നമുക്ക് പേടി, പിന്നെ ഈ കൊന്നവരുടെ ബാക്കിയുള്ളവരും റിവെഞ്ചൊക്കെ ചെയ്യാൻ പല ആളുകളും പല രീതിയിലായിരിക്കും കയറി വരും. അതുകൊണ്ട് ഒരു പട്ടം കണ്ടാൽ പോലും പേടിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഇസ്രായേലി പ്രധാനമന്ത്രിയും പിന്നെ മറ്റ് മന്ത്രിമാരും ബാക്കിയുള്ള എല്ലാ ഐറ്റങ്ങളും. അവിടുത്തെ ആളെ കൊല്ലികൾ പട്ടം കണ്ടാൽ പോലും പേടിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെയാണ് യുദ്ധത്തിൻ്റെ കാര്യങ്ങളായിട്ട് പറയാനുള്ളത്. കൂടുതൽ അപ്ഡേറ്റ് വരികയാണെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. ബൈ.